എല്ലാവർക്കും വീണ്ടും നമസ്കാരം. PSC ലേണറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നവോത്ഥാന നായകന്മാരുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും നമ്മൾ ഒരു 4-5 നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ ആണ്. ഒരുപാട് PYQs ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. കഴിഞ്ഞ LGS പ്രിലിംസിന് വരെ ഇദ്ദേഹത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അദ്ദേഹം ജനിക്കുന്നത് 1809 മാർച്ച് 12-നാണ്. ജന്മസ്ഥലം എന്ന് പറയുന്നത് സ്വാമിത്തോപ്പാണ് വരുന്നത്. സ്വാമിത്തോപ്പ് എന്ന് പറയുന്നത് കന്യാകുമാരിയിലുള്ള ഒരു സ്ഥലമാണ്. പിതാവ് പൊന്നു നാടാർ, മാതാവിന്റെ പേര് വെയിലാളമ്മ, ഭാര്യ തിരുമാലമ്മ. ഇവിടെ 2 മാ ഉണ്ട്, മായ്ക്ക് ഇരട്ടിപ്പുണ്ട്, അക്ഷരത്തെറ്റാണ്. മരണം 1851 ജൂൺ 3-നാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു പ്രൊഫൈല് പോലെ. ജനനം, മരണം, ജന്മസ്ഥലം, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിതാവ്, മാതാവ്, ഭാര്യ ഒക്കെ ചിലപ്പോൾ ചോദിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ മുടിചൂടും പെരുമാൾ എന്നാണ് ബാല്യകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അന്നത്തെ കാലത്ത്, അതായത് 1809 ഇത്തരത്തിലൊരു പേര് എന്ന് പറഞ്ഞാൽ അതൊരു താഴ്ന്ന ജാതിക്കാരൻ അല്ലെങ്കിൽ അവർണ ജാതിക്കാർക്ക് അങ്ങനത്തെ ഒരു പേര് ഉണ്ടാവാറില്ല. അപ്പോ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്നിട്ട് ആ മുടിചൂടും പെരുമാൾ എന്നുള്ള പേര് അദ്ദേഹത്തിന് മാറ്റേണ്ടതായിട്ട് വന്നു. മുത്തുക്കുട്ടി എന്നാക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിന്. മുത്തുക്കുട്ടി എന്നുള്ള പേരും അതുപോലെ തന്നെ മുടിചൂടും പെരുമാൾ എന്നുള്ള പേരും ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കാര്യം എന്തായിരിക്കും? 1809 കാലഘട്ടത്തിൽ ജനിക്കുന്ന ഒരു സോഷ്യൽ റിഫോമർ ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യകാലങ്ങളിലെ തന്നെ ആദ്യത്തെ തന്നെ പരിഷ്കർത്താവ്, സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നുള്ള ഒരു പേരും ഇദ്ദേഹത്തിനുണ്ട്. സമ്പൂർണ്ണ ദേവൻ എന്നുള്ള പേരും എന്താണ്? വൈകുണ്ഠ സ്വാമികൾക്കുള്ള പേരാണ്. മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് സ്വയം അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികൾ തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരം. പിന്നെ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ഒരു ആത്മീയ നേതാവ് എന്ന് പറയുന്നുണ്ട്. അതായത് ചാന്നാർ ലഹള എന്ന് പറയുന്നത് മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരമാണ്. അപ്പൊ അതിന് ഇദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ ആദർശങ്ങളും കാര്യങ്ങളും ഇദ്ദേഹം അതിനുവേണ്ടി അതേ ആശയത്തിന് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജീവിത സന്ദർഭങ്ങളിൽ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചാന്നാർ സ്ത്രീകൾക്ക് അതേ ഒരു മേൽമുണ്ട് സമരം എന്നുള്ള ആവശ്യം ഉയർത്തി പ്രതിഷേധിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ ചെയ്തിരുന്നു. അത് പിന്നീട് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തിട്ടുണ്ട് ഇദ്ദേഹം. ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു. അദ്ദേഹം ചില വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് അനന്തപുരി നീചൻ എന്ന് തിരുവിതാംകൂർ രാജാവിന് അദ്ദേഹം വിശേഷണം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പേര് ഈ തിരുവിതാംകൂർ രാജാവിന് അനന്തപുരി നീചൻ. അനന്തപുരി എന്ന് പറയുന്നത് അറിയാലോ, തിരുവിതാംകൂറിനെ ഒക്കെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ വെണ്ണീച ഭരണം എന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വിമർശിച്ചിട്ടുണ്ട്. കരിനീച ഭരണം എന്ന് തിരുവിതാംകൂർ ഭരണത്തെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, അക്കാലത്ത് രാജാധികാരത്തെ ഒക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിലിൽ പോകേണ്ടി വരും. അപ്പോ അദ്ദേഹം അന്നത്തെ രാജാവായിരുന്ന സ്വാതി തിരുനാൾ ശിങ്കാരത്തോപ്പ് എന്ന് പറഞ്ഞ ജയിലിൽ വൈകുണ്ഠ സ്വാമികളെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അത് 1838 എന്ന വർഷത്തിലാണ് ജയിലടച്ചത്. അദ്ദേഹം പിന്നെ ഒരു 110 ദിവസത്തിന് ശേഷം 1839 വീണ്ടും ജയിൽ മോചിതനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് ഓർത്തിരിക്കാം. അപ്പോ വൈകുണ്ഠ സ്വാമികള് മഹാവിഷ്ണു എന്ന് സ്വയം വിശേഷിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നു. സമ്പൂർണ്ണ ദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. ചാന്നാർ ലഹള 1859 നമ്മള് ഇത് പറയുന്നതെങ്കിലും 1822 കാലഘട്ടത്തിലൊക്കെ ഒന്നാം ചാന്നാർ ലഹള എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ്. അപ്പോ
ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയത് എന്നുള്ളൊരു വിശേഷണം ഇദ്ദേഹത്തിന് വന്നെത്തിയത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ വചനങ്ങളുണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകമൊന്ന്, മനുഷ്യന്. രണ്ട് ഫേമസ് ആയിട്ടുള്ള quotes ആണ്, അതും അറിഞ്ഞിരിക്കുക. പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതാണ് ഇക്കഴിഞ്ഞ പ്രിലിംസിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. വൈകുണ്ഠസ്വാമികളാണ്. കണ്ണാടി പ്രതിഷ്ഠ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിലേക്ക് പോകാൻ തോന്നുമെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യമായി നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പിന്നെ അദ്ദേഹം കുറച്ച് ആരാധനാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ദാർശനികമായിട്ടുള്ള ചിന്താ പദ്ധതി ഉണ്ട്. അതൊക്കെ അറിയപ്പെടുന്നത് അയ്യാവഴി എന്ന് പറഞ്ഞുള്ള ദാർശനികമായ ഒരു ചിന്താ പദ്ധതി അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആരാധനാലയങ്ങൾ നിഴൽ താങ്കൾ എന്നറിയപ്പെടും. നിഴൽ താങ്കൾ. പിന്നെ ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ദാർശനിക പദ്ധതിയായിട്ടുള്ള അയ്യാവഴിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കൃതികളാണ് മെയിൻ ആയിട്ട് PSC ചോദിക്കുന്നത്. അഖിലത്തിരുട്ടമ്മാനെ, അരുൾ നൂൽ എന്നീ കൃതികൾ ഈ ഒരു ദാർശനിക ചിന്തയുമായി ആസ്പദമാക്കിയിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ്. പിന്നെ സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്. സമപന്തി ഭോജനം ആരംഭിച്ചു. പിന്നെ മുന്തിരിക്കിണർ സ്ഥാപിച്ചു. മുന്തിരിക്കിണർ എന്ന് പറയുന്നത് നമുക്കറിയാം 1800 കാലഘട്ടത്തിലൊക്കെ ഒരു പൊതുവായ കിണറിൽ നിന്നൊന്നും വെള്ളം കുടിക്കാൻ ആർക്ക്, താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ അവർണറിൽ നിന്ന് മുദ്ര ചാർത്തിയിരുന്നവർക്കൊന്നും എന്തുണ്ടായിരുന്നില്ല, അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെതിരെ ശബ്ദമുയർത്തി അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കുടിക്കാൻ ഉതകുന്ന കിണറുകൾ സ്ഥാപിച്ച ഒരു മുന്നേറ്റത്തിന് തുടക്കം കൊടുത്ത ആളാണ് വൈകുണ്ഠസ്വാമികൾ. അപ്പൊ അദ്ദേഹത്തിന്റെ അന്ന് സ്ഥാപിച്ച കിണറുകളൊക്കെ മുന്തിരിക്കിണർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. പിന്നെ തൂവയിൽ പന്തിക്കൂട്ടായ്മ ആരംഭിച്ച അതൊരു ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിത രീതികളൊക്കെ ജനങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുവാൻ വൈകുണ്ഠസ്വാമികള് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ്. അപ്പൊ സമപന്തി ഭോജനം, മുന്തിരിക്കിണർ, തൂവയിൽ പന്തിക്കൂട്ടായ്മ. പിന്നെ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ തന്നെ ഇപ്പൊ സാമൂഹിക പരിഷ്കർത്താക്കൾ ഇദ്ദേഹമാണ്. ആദ്യത്തെ സാമൂഹിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട സംഘടനയും ഈ സമത്വ സമാജം തന്നെയാണ്, നവോത്ഥാന പ്രസ്ഥാനം. 1836 ഇത് സ്ഥാപിച്ചത്. 1836 ഇത് സ്ഥാപിക്കുകയുണ്ടായി. ഈ സംഘടനയുടെ കൊടി അൻപുകൊടി എന്നറിയപ്പെടുന്നു. അനുയായികള് അൻപുകൊടി മക്കൾ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരിമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചിരുന്നു ഇദ്ദേഹം. അതൊരു PYK ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലും അല്ലാതെയും തന്നെ ഇദ്ദേഹം വളരെയധികം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ സോഷ്യൽ റിഫോം എന്നുള്ള ടോപ്പിക്കിൽ PYQs നോക്കിയാൽ നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. അടുത്തത് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹം ജനിച്ചത് 1885 ഏപ്രിൽ 27-നാണ്. ജന്മസ്ഥലം എന്ന് പറയുന്നത് കണ്ണൂരുള്ള പാട്യം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണനായിരുന്നു. നമ്മുടെ വൈകുണ്ഠസ്വാമികൾ മുടിച്ചൂടും പെരുമാൾ എന്ന് ആയിരുന്നു ആദ്യകാല നാമം. പിന്നെ അത് മുത്തുക്കുട്ടി എന്നാക്കി എന്നുള്ള വസ്തുത കണക്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. മരണം 1939 ഒക്ടോബർ 29-നാണ് വരുന്നത്. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഗ്ഭടാനന്ദനാണ്. ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ച നവോത്ഥാന നായകനായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് തന്നെ ഈ ജാതിയും അതിനോടനുബന്ധിച്ച ഉച്ചനീചത്വങ്ങളൊന്നും ഹിന്ദുമതവുമായിട്ടോ അതിന്റെ അടിസ്ഥാന തത്വങ്ങളുമായിട്ടോ ചേർന്ന് പോകുന്നതല്ല എന്ന് വാദിച്ച ഒരു വ്യക്തിത്വമാണ് വാഗ്ഭടാനന്ദൻ. അപ്പൊ അതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതിയുടെ ആ ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു ഇത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയെ എതിർത്തിരുന്നു. പിന്നെ യുക്തിചിന്തയും വിമർശന ചിന്തയും ഒക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. അന്നത്തെ ഭൂവുടമ സമ്പ്രദായം, ജന്മി വ്യവസ്ഥയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. അതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്. പിന്നെ ഒരു PYQ ആണ്. പ്രീതി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. 1927 കോഴിക്കോടാണ് അതുണ്ടായത്. ഇദ്ദേഹത്തിന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്.
ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1914 അദ്വൈത ആശ്രമത്തിൽ. നമുക്കറിയാം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആശ്രമമാണ്, ആലുവയിൽ സ്ഥാപിച്ച ആശ്രമമാണ് അദ്വൈതാശ്രമത്തിലെ. അപ്പൊ അത് സ്ഥാപിച്ച സമയത്ത് തന്നെ അതിനോടനുബന്ധിച്ചിട്ടൊക്കെ നമ്മുടെ വാഗ്ഭടാനന്ദനുമായിട്ട് ശ്രീനാരായണ ഗുരുവിന് അവിടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രധാന മാസികകൾ എന്ന് പറയുന്നത് ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യ കാഹളം, യജമാനൻ എന്നിങ്ങനെ മാസികകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ അഭിനവ കേരളം ഇദ്ദേഹം സ്ഥാപിച്ച ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മുഖപത്രമാണ്. ആത്മവിദ്യ കാഹളം എന്ന് പറയുന്നതും അതേ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒന്നാണ്. യജമാനൻ, ശിവയോഗ വിലാസം എന്നീ മാസികകൾ കൂടി അദ്ദേഹത്തിന്റെ പേരില് ഉണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയിലേക്ക് കിടക്കാം. ആത്മവിദ്യാ സംഘം 1917. നേരത്തെ പറഞ്ഞതുപോലെ മുഖപത്രം അഭിനവ കേരളമാണ്, കോഴിക്കോട് നിന്നാണ്. അപ്പോൾ വാഗ്ഭടാനന്ദന്റെ ഒട്ടുമിക്കതും കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇവിടെ നമ്മുടെ കോഴിക്കോട് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് എവിടെ തന്നെയാണ്? കോഴിക്കോടാണ്. 1927 അഭിനവ കേരളം കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതുപോലെ തന്നെ ഈ സംഘടനയുടെ ആശയങ്ങളെ വിവരിക്കുന്ന വാഗ്ഭടാനന്ദൻ രചിച്ച കവിത സ്വതന്ത്ര ചിന്താമണി ഇമ്പോർട്ടന്റ് ആണ്. 1921 ഇത് രചിച്ചത്. അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം, ഒരു മാനിഫെസ്റ്റോ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് ആത്മവിദ്യ. അതുപോലെ തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു ആത്മവിദ്യ കാഹളം. അപ്പൊ ആത്മവിദ്യാ സംഘവുമായിട്ട് മുഖപത്രം വരുന്നത് അഭിനവ കേരളമാണ്. മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അതേ പേരിലുള്ള ആത്മവിദ്യ എന്ന് പറയുന്ന പുസ്തകമാണ്. പിന്നെ ആത്മവിദ്യ കാഹളം എന്ന് പറയുന്ന മറ്റൊരു പ്രസിദ്ധീകരണം ഈ സംഘടനയുടെ പ്രചാരം ഒരു രീതിയിൽ സന്ദേശങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ആത്മവിദ്യ കാഹളം എന്നുള്ള ഒരു പ്രസിദ്ധീകരണം കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്തു വെക്കുക. പിന്നെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് വാഗ്ഭടാനന്ദൻ എന്നുള്ളത് ഓർത്തു വെക്കാം. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ ആത്മവിദ്യ, ഈശ്വര വിചാരം, ആധ്യാത്മ യുദ്ധം, ആത്മവിദ്യാലേഖമാല, പ്രാർത്ഥന അഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നാണ്, കൊട്ടിയൂർ ഉത്സവ പാട്ട്. അപ്പൊ ഇത്രയും പ്രധാന പുസ്തകങ്ങളുണ്ട് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടത്. അതും അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാഗ്ഭടാനന്ദനുമായിട്ട് നമുക്ക് വരുന്നത്. അടുത്തത് മന്നത്ത് പത്മനാഭനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, NSSന്റെ ഒക്കെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. NSS എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റി. ഇദ്ദേഹത്തിന്റെ ജനനം 1878 ജനുവരി 2 ജനുവരി 2 മന്നം ജയന്തി ആണ്. അത് കേരളത്തിൽ ഒരു പൊതു അവധിയാണ് മന്നം ജയന്തി. ജന്മസ്ഥലം അറിയാം അല്ലെ? നമ്മുടെ NSSന്റെ ഒക്കെ ആസ്ഥാനമായ പെരുന്നയാണ്, ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. മരണം 1970 ഫെബ്രുവരി 25. ഇദ്ദേഹം കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ. സർദാർ KM പണിക്കറാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പൊ വിശേഷിപ്പിച്ച ആളെയും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ താലിക്കെട്ട് കല്യാണം എന്ന ഒരു അനാചാരം നിർത്തലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ. ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായിട്ടുണ്ട് 1921 വർഷത്തില്. സവർണജാഥ നയിച്ച വർഷം വൈക്കം സത്യാഗ്രഹവുമായി അനുബന്ധിച്ച് സവർണജാഥ നയിച്ച നേതാക്കളിൽ പ്രധാനിയാണ് മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണജാഥ ഇദ്ദേഹം നയിച്ചത്. അന്ന് വന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. 31-32 കാലഘട്ടങ്ങളിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ അതിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ മന്നത്ത് പത്മനാഭൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പിന്നെ INCയിൽ അദ്ദേഹം 1947 അംഗമായിട്ടുണ്ട്. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിട്ടുണ്ട് 1949. പിന്നെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് മന്നത്ത് പത്മനാഭൻ എന്നാണ് കേട്ടോ. ഇവിടെ പത്മനാഭനാണ്. ഇത് പത്തനാപുരം അല്ല,
ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനും ആർ ശങ്കരും ചേർന്ന് രൂപീകരിച്ചതാണത്. ഹിന്ദു മഹാമണ്ഡലം ഇരുവരും ചേർന്ന് സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ്. അപ്പോ സവർണ ജാഥ നയിച്ചു. അതുപോലെ തന്നെ ഗുരുവായൂര് സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പോസ്റ്റൽ വകുപ്പ് ആദരസൂചകമായ 1989 സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മന്നൻ ജയന്തി പൊതു അവധിയാക്കി 2014 മുതൽ കേരളത്തിലെ മന്നൻ ജയന്തി പൊതു അവധിയാണ്. പിന്നെ ഇദ്ദേഹം സ്ഥാപിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. 1914 ഒക്ടോബർ 31 അത് ആരംഭിച്ചത്. 1914 100 വർഷം കുറയ്ക്കുക. അപ്പോ നമുക്കത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. അപ്പൊ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് വരുന്നതാണ് മന്നത്ത് പത്മനാഭൻ. ഈ സംഘടനയുടെ ആദ്യകാല നാമം നായർ ഭൃത്യജന സംഘം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് മാറിയത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു സംഘടന ഇന്ത്യയുടെ നവോത്ഥാനത്തിൽ വരുന്നതാണ്. അതിനെ മാതൃകയാക്കിയിട്ടാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ NSSന് രൂപം നൽകിയത്. അദ്ദേഹത്തിന് ഭാരത കേസരി എന്ന ബഹുമതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1959 നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1966 പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട 2 അവാർഡുകളാണ് ഭാരത കേസരി, അത് നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1959. അതുപോലെ തന്നെ പത്മഭൂഷൺ ലഭിച്ചു 1966. പ്രധാന രചനകൾ എന്റെ ജീവിത സ്മരണങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ്. പിന്നെ സ്നേഹലത, പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര എന്നിവയും ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. പിന്നെ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ള ഒരു കവിത നമ്മൾ സ്കൂളിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ചൊല്ലി കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഗാനം എന്ന് പറയുന്നത് NSSുമായി ബന്ധപ്പെട്ടതാണ്. ആ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണാർത്ഥം നമ്മുടെ മന്നത്ത് പത്മനാഭൻ ഈ ഫണ്ട് പിരിവുമായി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ആലപിച്ചിരുന്ന ഒരു പാട്ടായിരുന്നു, പ്രാർത്ഥനാ ഗാനമായിരുന്നു അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളത്. അപ്പൊ അത് രചിച്ചത് പന്തളം KP രാമൻപിള്ള എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. പിന്നെ ഇദ്ദേഹം വിമോചന സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. 1959 വിമോചന സമരം അറിയാലോ. നമ്മുടെ EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ നയം, അതിന്റെയൊക്കെ പേരിൽ ഉണ്ടായിട്ടുള്ള വിമോചന സമരം, അതിൽ അദ്ദേഹം അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ വിമോചന സമരത്തില് അന്ന് EMS മന്ത്രിസഭ രാജിവെച്ച് ഒഴികെയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഉണ്ടായിട്ടുള്ളത്. അതൊരു നിർണായകമായിട്ടുള്ള ഒരു സമരമാണ് വിമോചന സമരം എന്ന് പറയുന്നത്. അപ്പൊ അതിലും നേതൃത്വ സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ അതും മറക്കാതിരിക്കുക, കണക്ട് ചെയ്ത് വെക്കുക മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. ഓക്കെ, അടുത്ത ഒരാള് VT ഭട്ടതിരിപ്പാടാണ്. നമുക്ക് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുവിധം വരുന്ന ഒരു പേരുണ്ടായിരിക്കും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ നാടകമാണത്. അപ്പോ ജനനം 1896 മാർച്ച് 26, ജന്മസ്ഥലം മേഴത്തൂർ ഗ്രാമം, തൃത്തല പഞ്ചായത്ത്, അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് VTM തുപ്പൻ നമ്പൂതിരിപ്പാടാണ്. മാതാവ് ശ്രീദേവി അന്തർജനാണ് വരുന്നത്. ഇദ്ദേഹം മരിച്ചത് 1982 ഫെബ്രുവരി 12. പിന്നെ ഇദ്ദേഹം ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനത്തെ ഒരു നവോത്ഥാന നായകനാണ്. അതായത് എല്ലാ മതങ്ങളെയും പെട്ട ആൾക്കാരുമായിട്ട് ഒന്നിച്ചു കഴിയുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു കോളനി, കൊടുമുണ്ട കോളനി എന്നുള്ള ഇത് സ്ഥാപിക്കുകയുണ്ടായി പാലക്കാട്. ബഹുമത സമൂഹം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട്. അതുപോലെ തന്നെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. നമുക്കറിയാം ബ്രാഹ്മണ സമുദായത്തില് അവര് സാധാരണ രീതിയിൽ
അവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്, സമുദായത്തിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിക്കുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മിശ്ര വിവാഹം എന്ന ആശയത്തെ ഇദ്ദേഹം പ്രചരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തില്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സഹോദരിയെ ഇതേപോലെയുള്ള ഒരു അന്യജാതിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. പിന്നെ വിധവ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അപ്പൊ അന്നത്തെ കാലത്ത് വിധവകളായി കഴിഞ്ഞാൽ പിന്നെ ഒരു പുനർവിവാഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു, അതിന്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്പൂതിരി യുവജന സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കുകയുണ്ടായി. 1919 അതിന്റെ ഒരു മുഖപത്രം എന്ന് പറയുന്നത് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മുഖപത്രമായിരുന്നു അതിന്. നമ്പൂതിരി യുവജന സംഘം, അതിന്റെ മുഖപത്രം എന്ന് പറയുന്നത് ഉണ്ണി നമ്പൂതിരി. ഈ പേരിലുള്ള ഈ ഒരു ഓമനത്വം അല്ലെങ്കിൽ കുട്ടിത്വം ഒന്നും നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളിൽ കാണാനായിട്ട് സാധിക്കില്ല. അത്രയും പുരോഗമനപരമായിട്ടും അതുപോലെ തന്നെ തീവ്രതയേറിയതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അതേപോലെ തന്നെ ഒരു വ്യക്തിത്വമാണ് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഈ പറയുന്ന ഉണ്ണി നമ്പൂതിരിയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നുള്ള ഒരു വിവാദപരമായിട്ടുള്ള ലേഖനം അച്ചടിച്ചതിനാൽ കൊച്ചി സർക്കാർ ആ കാലഘട്ടത്തില് ഈ ഒരു മുഖപത്രം, ഈ ഒരു പ്രസിദ്ധീകരണത്തെ നിരോധിക്കുകയുണ്ടായി. നമുക്ക് അതിന്റെ ഒരു തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ അറിയാം, അതിലൊരു വിവാദം, അതിന്റെ ഒരു ഇത് മണക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ പേരില് കൊച്ചി സർക്കാർ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണത്തെ നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ച സഭയാണ് യോഗക്ഷേമ സഭ. സ്ഥാപിച്ചത് 1908 ജനുവരി 31. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. വൃദ്ധവിവാഹം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് സ്ത്രീകളെ, അതായത് യുവതികളെ വിവാഹം കഴിച്ചിരുന്നത് ചിലപ്പോ ഒരുപാട് വയസ്സായ വൃദ്ധന്മാര് പോലെ വാർദ്ധക്യത്തിലേക്കൊക്കെ കടന്ന ആളുകളായിരിക്കും ചിലപ്പോ യുവതികളെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിനെ തടഞ്ഞത്, അതുപോലെ തന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരാളാണ്, അതിന് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. ആപ്തവാക്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു തീവ്രതയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിന്റെ മുഖപത്രം മംഗളോദയമാണ്. മാസിക യോഗക്ഷേമം എന്ന് പറയുന്ന മാസിക ഇതിനോടനുബന്ധിച്ച് ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് തന്റെ സമുദായത്തിലെ, നമ്പൂതിരി സമുദായത്തിലെ പോരായ്മകളെയും അതിൽ നിന്നൊക്കെ ആ സമുദായത്തെ മോചിപ്പിച്ച് പുരോഗമനപരമായിട്ട് ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചിരുന്ന ഒരു സംഘടനയും ഒരു നേതാവും ഒക്കെയാണ് നമ്മുടെ VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ നാടകങ്ങളും അതിലേക്കൊക്കെ തന്നെയാണ്, ഈ ഒരു ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് അതും എഴുതിയിട്ടുള്ളത് അദ്ദേഹം. പിന്നെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കാൻ ഇദ്ദേഹം യാചനായാത്ര നടത്തിയിട്ടുണ്ട്. 1931 ഏപ്രിൽ 26. യാചനായാത്ര എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് അദ്ദേഹം അത് നയിച്ചത്. ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം, ഉത്ഭുത കേരളം, പാശുപതം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപനായിട്ടും VT ഭട്ടതിരിപ്പാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. ഇദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ണീരും കിനാവാണ്. മന്നത്ത് പത്മനാഭന്റെ നമ്മുടെ ആത്മകഥ ഉണ്ടായിരുന്നു. അതിവിടെ എന്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥ മന്നത്ത് പത്മനാഭന്റെയും VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവുമാണ്. കണക്ട് ചെയ്ത് വെക്കാം, മാറിപ്പോകരുത്. ഈ ഒരു ആത്മകഥയ്ക്ക് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കണ്ണീരും കിനാവും എന്ന് പറയുന്ന VT ഭട്ടതിരിപ്പാട് എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കാണ്. പിന്നെ ഈ ഒരു
ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നാടകത്രയം, അതായത് 3 നാടകങ്ങൾ ഇപ്പോഴും എടുത്ത് പറയാറുണ്ട്. അതിലൊന്ന് നമുക്കറിയാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. അതൊരു നാടകമാണ്. മറ്റൊരു നാടകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്നത്. അത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. അതുപോലെ തന്നെ ഋതുമതി എന്ന് പറയുന്നത് MP ഭട്ടതിരിപ്പാട്. അപ്പൊ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടും, ഋതുമതി എന്നുള്ളത് MP ഭട്ടതിരിപ്പാടുമാണ്. അപ്പൊ അത് ഒരു നാടകത്രയം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ആ ഒരു പ്രാധാന്യം അതിന് കൊടുക്കണം. പിന്നെ ഇദ്ദേഹം എഴുതിയ പ്രധാന കൃതികൾ രജനി, രംഗം, ദക്ഷിണായനം, പോംവഴി, കർമ്മവിഭാഗം, എന്റെ മണ്ണ്, കാലത്തിന്റെ സാക്ഷി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച നവോത്ഥാന നായകന്മാര് 4 പേരാണ്. 4 പേരുടെ കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. PYQs ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നവോത്ഥാന നായകന്മാർ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഒരു ക്ലാസ്സും കൂടി എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.